സെർച്ച് ചെയ്യുമ്പോ കിട്ടുന്ന എന്താണോ അത് വെച്ചിട്ടാ പ്രതി കള്ളക്കടത്തുകാരിയാണോ കുഴൽപ്പണ നടത്തിപ്പുകാരിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും സെർച്ച് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കേസ് എത്രത്തോളം കടുപ്പിക്കണമെന്ന്. സർ, ഇത് വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ. സാധാരണക്കാരന് സംരക്ഷണം ഒരുക്കേണ്ട നിയമപാലകൻ തന്നെയാ ഒരു കാരണമില്ലാതെ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഒരു കാരണവും ഇല്ലാതെയാണെന്ന് ആര് പറഞ്ഞു? കാരണമുണ്ട്. കാണാതായിരിക്കുന്ന വിഷ്ണുവിന്റേതെന്ന് അവകാശപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഈ വീടിനുള്ളിൽ നിന്ന് കിട്ടിയ അതൊരു കാരണമാണ്. അത് കേസ് അന്വേഷണത്തിന് ഒരു തുമ്പുമാവും. അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് ഇതിനകത്തുണ്ടോന്ന് ഇവരൊന്നും നോക്കട്ടെ. ഇല്ലെന്ന് തനിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് ഈ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഒന്നും കാണില്ലല്ലോ അല്ലേ? സാർ, കാണരുത്. ഇതുവരെ രേഷ്മ പറഞ്ഞിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു സൗഹൃദത്തിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. എന്നാലും പോലീസല്ലേ, എങ്ങനെ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും സംശയ. അതുകൊണ്ട് ഇവരിവരുടെ പണി ചെയ്യട്ടെ. അകത്ത് കയറി പരിശോധിക്കണം. ഓക്കെ സർ. മുക്കും മൂലയും എല്ലാം. ഓക്കെ സർ. ഇതിലും ഭേദമേ വിഷ്ണുവിനെ ഞാൻ കൊന്നൊന്നും പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മുംബൈ. അത് 2002. ഒന്നും കണ്ടില്ല സർ. ചുവന്ന പട്ടിലോ കുടത്തിലോ അങ്ങനെയൊന്നും കണ്ടില്ല? ഇല്ല സർ, അങ്ങനെ ഒന്നും കണ്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ സാർ ഉദ്ദേശിച്ചത്? കഞ്ചാവോ, മയക്കുമരുന്നോ, അതോ കള്ളപ്പണോ? ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെയാണോ ഉദ്ദേശിച്ചത്, അതോ മറ്റു വല്ലതോ? എന്തായാലും നന്ദിയുണ്ട് സാർ. എന്തിന്റെ പേരിലായാലും സാർ ഇവിടെ കിടന്ന് കാണിച്ച ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് മേലധികാരികളുടെ പ്രശംസ കിട്ടാതിരിക്കില്ല. കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരാജയപ്പെട്ടു പോവാണെന്ന് വിചാരിക്കണ്ട. തെളിവുകളോടെ ഞാൻ വീണ്ടും വരും. അപ്പോ സത്യം പറയാതിരിക്കാൻ നിനക്കാവില്ല. പറയിപ്പിക്കും ഈ TM റസാക്ക്. മനസ്സിലായോ? പടോ മാറി കാണുന്നത്. സാറപ്പ ഓഫീസിലേക്ക് ഇറങ്ങിയാണെന്ന് പറഞ്ഞല്ലേ പോയത്? അറിയില്ല സ്വാമി. അപ്പൊ പിന്നെ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതോ? വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. ഫോൺ ചെയ്തോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരെങ്കിലും കാണണം തോന്നിക്കാണും. സ്വിച്ച് ഓഫാ. ചിലപ്പോ ഓഫീസിൽ എന്തെങ്കിലും അർജന്റ് മീറ്റിംഗ് ഉണ്ടായി കാണും, അതാ. ഞാൻ ഓഫീസിൽ പോയി കണ്ടോടാ. സ്വാമി, ഞാനൊരു കാര്യം ചോദിച്ചാ സ്വാമി സത്യം പറയണം. മഹേട്ടനുള്ളപ്പോ എനിക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ല. ശിവന്റെ പേര് കേട്ടാ കടിച്ചു കീറാൻ നിൽക്കുന്ന ആളുടെ മുന്നിലേക്ക് അവന്റെ സുഖവിവരങ്ങൾ തിരക്കി ചെല്ലാൻ പറ്റില്ലല്ലോ. പക്ഷെ പെറ്റ വയറിനല്ലേ അതിന്റെ ദണ്ണം അറിയാൻ പറ്റൂ. അച്ഛന്മാർക്ക് ശകാരിക്കാനല്ലേ അറിയൂ. അവരെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെങ്കിൽ അമ്മമാര് തന്നെ വേണം. ശിവൻകുഞ്ഞ് എവിടെയാണെന്ന് അറിയണം, അതല്ലേ കാര്യം. എവിടെ എന്റെ മോൻ താമസിക്കുന്നത്, അവൻ എങ്ങനെയാ കഴിയുന്നത്, ഒന്നും എനിക്ക് അറിയില്ലല്ലോ. അറിയുന്നവരൊന്നും പറയുകയും ചെയ്യില്ല. കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞായിരുന്നു. ശിവൻകുഞ്ഞ് താമസിക്കുന്നത് ഒരു ചെറിയ ലോഡ്ജിലാണ്.
ഒരു 4-ാം തരം ലോഡ്ജ്. അതത്ര നല്ല സ്ഥലമൊന്നുമല്ല. അടിയുടിയൊക്കെ പതിവുള്ള സ്ഥലമാ. ഈശ്വര, എന്നാ പിന്നെ അവനെ വിളിച്ചവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞൂടെ? സ്വാമി പറഞ്ഞ അവൻ കേൾക്കുന്നതല്ലേ? ഉം, എവിടെ കേൾക്ക. അച്ഛന്റെ വാശിയും തന്നെ ഒട്ടും കുറയാതെ കിട്ടിയിരിക്കുന്നത് ശിവൻകുഞ്ഞിന് തന്നെയാ. എന്റെ ഒരു സഹായവും എടുക്കില്ല. അത് അച്ഛന്റെ കാശാകുമെന്ന് ശിവൻകുഞ്ഞിന് അറിയാമല്ലോ. ഇങ്ങനെ പരസ്പരം വാശിയും ബഹളമായിട്ട് എത്ര നാള് പോകുന്ന? രണ്ടുപേരും വിട്ടുകൊടുക്കില്ല. ഇതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടത്തിലാവുന്നത് ഞാനും എന്റെ ഈ മോളുമാ. ഇനി അഥവാ ശിവന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തുവെന്ന് മഹേന്ദ്ര സാർ അറിഞ്ഞാല് പിന്നെ അതിന്റെ വഴക്ക് വേറെ വരും. അതൊന്നും അറിയാൻ പോണില്ല സ്വാമി. സ്വാമി ശിവനെ ഒന്ന് കാണണം. കുറച്ച് കാശ് ഞാൻ തരാം. അച്ഛന്റെ കാശല്ല, അമ്മയുടെ കാശാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് ആ ലോഡ്ജിൽ നിന്ന് മാറി താമസിക്കാൻ പറയണം. കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്ത് താമസിക്കാൻ പറയണം. വാടകയൊക്കെ അമ്മ രഹസ്യമായിട്ട് തന്നോളൂന്നും പറയണം. ശിവൻകുഞ്ഞ് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും പറഞ്ഞെങ്കിൽ ചെന്നാ മതി. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. മഹേന്ദ്ര സാറ് തിരിച്ചു വിളിക്കാതെ ശിവൻകുഞ്ഞ് വരില്ല. അച്ഛന്റെ 10 മടങ്ങ് വാശിയുള്ള ആളാ. അത്ര വേഗം മെരുങ്ങുന്ന ഇനവുമല്ല. അത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ.